നിങ്ങൾ ഈ കയറുന്ന ബോട്ട് മോദി കയറിയ ബോട്ടാണല്ലേ നരേന്ദ്രമോദി കയറിയ ബോട്ടാണത്. ഇവിടെ ലക്ഷദ്വീപില് വിസിറ്റിന് വന്നപ്പോ നരേന്ദ്രമോദി സഞ്ചരിച്ച ബോട്ടാണിത്. കഴിച്ചോരൊക്കെ സാധനം സെറ്റല്ലേ? കടലിന്റെ നടുക്ക് ഇങ്ങനെ മീൻ ബിരിയാണി ഒക്കെ കഴിച്ച് നമ്മളെങ്ങനെ പോണേന്ന് അറിയോ? നമ്മള് ഇന്ന് ഏറ്റവും മനോഹരമായ ദ്വീപുകളിൽ ഒന്നായ തിന്നക്കരയിലേക്കാ പോണം. എങ്ങനെയാന്ന് വെച്ചാൽ മുതലാളി ജങ്ക ജഗ പറഞ്ഞ ചുമ്മാ പറഞ്ഞേ. ഇനി എങ്ങനെയൊക്കെയാണെങ്കിലും കപ്പൽ നമ്മള് കരക്കടുപ്പിച്ചിട്ടുണ്ട്. മുതലാളി പോലപ്പാ. ആ അതെ. കത്തിച്ച് വിടുവാപ്പാ. ഏതാ ഈ കാണല്ലേ? കാണുന്നതാണ് ദ്വീപ് ട്ടാ. ഇത്രേ ഉള്ളൂ. ഇത് ഇവിടെ വരണം. ഇവിടെ നമ്മളിത് ഈ കടക്ക് അപ്പുറത്താണ് ബേപ്പൂര്. കുറച്ചപ്പുറത്ത് പറ്റില്ല, ഇവിടെ തന്നെ പറ്റുള്ളൂ. ഏതാ മൂടില്ലേ? സർക്കിളുപ്പേര്. പക്ഷെ ഡ്രൈവ് പറ്റി പോരുന്നില്ല. തിന്നണേന്റെ ഇടയില് സീറ്റ് പിടിക്കും, സാധനം പിടിക്കും. അതിനുണ്ട് ഉഷാറാണോ? കോഴിക്കോട് ഇരുന്നാ കാണാൻ പറ്റുമത്? നിങ്ങള് പാട്ടൊക്കെ പാടിക്കോട്ടെ, ഡ്രൈവറിന്റെ കൺട്രോൾ കളില്ലട്ടാ. ബംഗാരത്തില് പോവാത്ത പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. കാണാനുള്ളതൊക്കെ കടലില്ല. മക്കളെ ഏതാണ് ബംഗാർ ഐലൻഡ്? ഇവിടുന്ന് എങ്ങനെ ഒന്ന് പറയാല എന്ത് പറയാനാ നിനക്ക്? ലക്ഷദ്വീപ് കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സ്നോർക്കലിംഗ് എന്ന് പറയുന്ന സംഭവം. അതായത് ലക്ഷദ്വീപിൽ നിന്ന് മാറിയിട്ട് ബംഗാരം ഐലൻഡ്, ആ കാണുന്നതാണ് ബംഗാരം ഐലൻഡ്. ഭയങ്കര വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബംഗാരം ഐലൻഡില് എന്റെ തൊട്ട് ചേർന്നിട്ടുള്ള കോറൽസ് നിറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഇത് വെച്ചിട്ട് നമ്മൾ സ്നോർക്കലിംഗ് ചെയ്യും. ചാടി കഴിഞ്ഞാൽ അടിയിലെ കാഴ്ചകൾ കാണാം, ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്. ഇത് കൊച്ചി. ആ എന്നിട്ട് മിനിക്കോയി. ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പൊ നിക്കുന്നത് അഗത്തിയിലാണ്. എവിടെ കാണിച്ച? ബംഗാരത്താണ് നിൽക്കുന്നത്. ആ ബംഗാർ ഐലൻഡ്, അഗത്തിയിലല്ല ബംഗാരത്ത്. ഐലൻഡ് ആണ് അല്ലേ? ടോട്ടൽ ആൾതാമസമുള്ള ഐലൻഡ് എത്ര ഉണ്ട്? തങ്കക്കിനാവിൽ നീ താലോലിക്കുന്നൊരു സങ്കൽപ്പലോകമല്ലിയുലകം. ഏകാന്ത കാമുക നിന്റെ മനോരഥം ലോകാപവാദത്തിൻ കേന്ദ്രമായി. എന്നിട്ട് ചോറുകറിയൊക്കെ ഇഷ്ടമായ? സൂപ്പർ സൂപ്പർ. ഈ കടലിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെയല്ല മീൻ തലവോത്തും മീൻ ചോറ. ആ മീൻ ചോറ് സാധനം സെറ്റല്ലേ? കഴിച്ചോരൊക്കെ ആ സാധനം സെറ്റല്ലേ? കടലിന്റെ നടുക്ക് ഇങ്ങനെ മീൻ ബിരിയാണി ഒക്കെ കഴിച്ച്. ഏത് മൂട്? വലിയ മീൻ വന്നോ? ഒന്നുകൂടെ ഏത് മൂട്? ഏത് മൂട്? അപ്പൊ നമ്മൾ ഇവിടുന്ന് സ്നോർക്കലിംഗ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് നേരെ തിന്നക്കര ഐലൻഡിലേക്കാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം സാൻഡ് ബാങ്കിലേക്ക് കൂടി ഒരു യാത്ര കഴിഞ്ഞ് ഇന്നത്തെ ദിവസം പൂർത്തിയാവാണ്. നമ്മുടെ പാക്കേജിലെ രണ്ടാമത്തെ ദിവസം. ഏത്? തിന്നക്കര ഐലൻഡ് പറഞ്ഞ ഏത് മൂട്? അതിന്റെ ഒരു ഫ്ലോ.
എന്താണ് മെയിൻ ആയിട്ട് ഇപ്പൊ താമസക്കാരും ഉണ്ടാവൂലേ? അല്ല കാര്യമുണ്ട് താമസം. നീ പറ താമസക്കാരുണ്ട്? കാര്യമായിട്ട് ചോദിച്ചു താമസക്കാരുണ്ടോ ഇവിടെ? ഇവിടെ മെയിൻ ആയിട്ട് എന്താ ആൾക്കാരുണ്ടാവുക? ടെന്റിന്റെ പണിക്ക് വരുന്നവരും പിന്നെ ശർക്കര ഉണ്ടാക്കുന്നവര്. ശർക്കരയോ? നീരങ്ങനെ കുറുക്കിട്ടേ ചെമ്പിലൊക്കെ ഇട്ടിട്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ മച്ചാനാണ്. ഇവനാണ് നമ്മളിന്ന് തിന്നക്കര കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. തിന്നക്കര ഐലൻഡ്. തിന്നക്കര ഐലൻഡ് അകത്തിയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ മാറിയിട്ടുള്ള, 1 കിലോമീറ്റർ അല്ല, ഒരു മണിക്കൂർ. തിന്നക്കര ഐലൻഡ് ശരിക്കും അകത്തിൽ നിന്ന് 2 മണിക്കൂർ ബോട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എത്തുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു ഐലൻഡാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളും ടൂറിസം പദ്ധതികളും ഇവിടെയാണ് നടക്കുന്നത്. ആൾതാമസം വളരെ കുറവാണ്. നീരെടുക്കുന്ന ആളുകൾ മാത്രം ഇവിടെ ഉണ്ടാവാതെ. വികസനങ്ങൾ അങ്ങനെ എത്തിച്ചേർന്നിട്ടില്ലാത്ത ദ്വീപിൽ ആദ്യ കാലങ്ങളിൽ ജീവിച്ചുകൊണ്ടിരുന്നത് ദ്വീപിൽ ഇങ്ങനെയായിരുന്നു. റോഡ് ടാർ ചെയ്യാത്ത വഴികളൊക്കെ ഇതുപോലെയായിരുന്നു. ഇതിപ്പോൾ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അഗത്തിയുടെ തൊട്ടടുത്തുള്ള അധികം ആളുകൾ താമസിക്കാത്ത, കുടുംബങ്ങളും താമസിക്കാത്ത തിന്നക്കര എന്ന് പറയുന്ന ഐലൻഡിലെ ഒരു നടപ്പാതയും അതിനോട് ചേർന്നിട്ടുള്ള പഴയകാല ദ്വീപ് നിവാസികളെ ഓർമ്മിപ്പിക്കുന്ന കുടിലുകളുമാണ് ഈ കാണുന്നത്. വളരെ ഭംഗിയുള്ള, കാണാൻ നല്ല രസമുള്ള, നല്ല നല്ല വഴികളുള്ള ഒരു ഏരിയ. 1 കിലോ ശർക്കര, ദീപൻ ശർക്കര, ഞങ്ങൾ ഉണ്ടാക്കുന്ന ശർക്കര 1000 രൂപ. അത് 1 കിലോ വാങ്ങിക്കും. 14 തേങ്ങ ചിരച്ചതിലിടും. 14 തേങ്ങക്ക് ഒരു തേങ്ങക്ക് 10-15 റുപ്യ കൊടുക്കണം. പിന്നെ തെങ്ങ് കയറുന്നവട്ട് 65 രൂപ തെങ്ങ് കയറുന്നവർ കൊടുക്കണം. പിന്നെ പാകത്തിന് അരി വറുത്ത് പൊടിച്ചത് അതങ്ങനെ ഒരു 4 മണിക്കൂറെങ്കിലും അടുപ്പിൽ ഞങ്ങൾ പണിയെടുക്കണം. ഇതെല്ലാം കൂട്ടിയാൽ, ഇതിനേക്കാൾ കൂട്ടിയാൽ ഞങ്ങൾക്ക് മുതലാവില്ല. കണ്ടാൽ ചെറുതായിട്ട് തോന്നും, അത് അങ്ങനെ കണക്കാക്കിയതാണത്. അപ്പോൾ അതൊക്കെ കൂട്ടി ഉള്ളതല്ലേ, ഇതിൻ്റെ വില ഒപ്പിച്ചതല്ലേ. അകത്തിയിൽ അത് ബിസിനസിനെ കുറിച്ച് പറയാൻ പാടില്ലല്ലോ. അതിൽ ചിലപ്പോൾ ഓർലക്സ് ഉണ്ടാവും, അമുലുണ്ടാവും, പലതും ചേർത്തുണ്ടാവും ചിലപ്പോൾ. ഇതാണ് നമ്മുടെ വഴി കാണിക്കുന്ന 2 ആശാന്മാർ. ഈ ആശാന്റെ പേരെന്ന് പറഞ്ഞേ? റാഷിദ്. പറ്റാത്ത എങ്ങനെയുണ്ട് വഴികളൊക്കെ? കിട്ടുള്ളൂ, ബാക്കി വേണം. നമുക്ക് വഴി തെറ്റിപ്പോയി. ദീപുണ്ടിട്ടില്ല, നടന്നിട്ടില്ല. ഇഷ്ടായ? എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളി സ്ഥലം, നല്ല സ്ഥലം, നല്ല വൈബ്, നല്ല കളറ്. എവിടെ ക്യാമറ വെച്ചാലും ഇവിടെ ഫ്രെയിമാണ്. ഏത് മൂട്ട്? വൈബ്, തന്ത വൈബ്. എന്താ എന്താ തന്ത വൈബ്? തന്ത വൈബ്, വൈബ് തന്ത. സാൻഡ് ബാഗോ? ഇതാണല്ലേ സാധനം. മോദി ഇരുന്നത് ഇവിടെയാ? അന്ന് അവിടെ തന്നെ കിടക്കാം. ഇതാണ് സാൻഡ് ബാഗ്. സാൻഡ് ബാങ്ക് അല്ലേ? ഈ സാൻഡ് ബാങ്ക് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവോ? ഇത് ശരിക്കും സാൻഡ് ബാങ്ക് അല്ല, ഇതൊരു പൂച്ചപ്പെട്ടി എന്നാണ് അകത്തിൽ അറിയപ്പെടുന്നത്. പൂച്ചക്കുട്ടി, അതാണ് അതിന്റെ ശരി. പൂച്ചക്കുട്ടി എന്താണ് ശരിക്കും? സാൻഡ് ബാഗ് എന്താ വേറെ ഉണ്ടാവും? സാൻഡ് ബാഗ് ഇത് ശരിക്കും സാൻഡ് ബാഗ് അല്ല, ഇതിന്റെ പേര് പൂച്ചപ്പെട്ടി. പൂച്ചപ്പെട്ടി മാത്രമാണ് പൂച്ചപ്പെട്ടി എന്നാണ് നേരത്തെ എല്ലാവരും പറയുന്നത്. പിന്നെ ഈ ഗസ്റ്റുമാർ വരാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ അതിന്റെ പേര് മാറ്റി സാൻഡ് ബാങ്ക് ആക്കി. ഇത് ലോട്ടയുടെ സമയത്ത് മാത്രമേ ഇത് ഉണ്ടാവൂ, ഹൈറ്റേഡിൽ ഇത് ഉണ്ടാവില്ല. ഇപ്പൊ മുങ്ങിപ്പോവും. ഇപ്പൊ തന്നെ വെള്ളം കയറി തുടങ്ങുമല്ലേ? ഇപ്പൊ വെള്ളം കയറി തുടങ്ങും. ഇവിടെയാണ് മോദി അവരൊക്കെ വന്നിട്ട് പോയത്. ഇവിടെ ഇറങ്ങിയതല്ലേ? അതും ഈ ബോട്ടില് പറഞ്ഞേ. ഇതാണ് ക്യാപ്റ്റൻ. അന്ന് കാണിച്ചേ, മോദിയെ കൊണ്ടുവന്ന ക്യാപ്റ്റനാണ് ഇരിക്കണേ അല്ലേ? എങ്ങനെയുണ്ട് മോദി? അടിപൊളിയാണോ? സംസാരിച്ച പ്രസിഡന്റ് വന്ന സമയത്തും ഓടിച്ചത് ഇയാള് തന്നെയാണ്. മോദി സംസാരിച്ച? ലോട്ടൈഡിന്ന് വെള്ളം കയറുന്നുണ്ട. വേലിയേറ്റം തുടങ്ങി.
താങ്ക് യു. ഫുള്ള് വേണോ മുതലാളിക്ക? എന്നടേ എന്നുണ്ടായി കുഴപ്പമില്ല. അപ്പൊ കാണാം.